നമസ്കാരം. യാത്രാചരിത്രത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നമ്മളിന്ന് പാലായിലാണ്. പാലായിൽ വെള്ളിയപ്പള്ളി എന്ന സ്ഥലത്ത് പൂക്കളെ സ്നേഹിക്കുകയും ചെടികളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ധാരാളം ചെടികൾ വളർത്തുന്ന ചെടികൾ വരുമാന മാർഗമാക്കിയ ഒരു വീട്ടമ്മയെ പരിചയപ്പെടാം. ധാരാളം ചെടികൾ വിദേശവും സ്വദേശിയുമായ ധാരാളം ചെടികളെ അവർ വളർത്തുന്നുണ്ട്. അതുപോലെ തന്നെ അത് ആവശ്യക്കാർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാനും സാധിക്കുന്നുണ്ട്. സ്വന്തമായിട്ട് പാലായിൽ ഒരു ഷോപ്പ് നടത്തുകയും അതിനുശേഷം മിച്ചം വരുന്ന സമയം ഉപയോഗിച്ച് കണ്ടെത്തിയ ഒരു വരുമാന മാർഗമാണ് ഈ കൃഷി എന്നുള്ളത്. ഇത് കൂടാതെ അവർ കോഴി വളർത്തുന്നുണ്ട്. അതുപോലെ പേര, ചാമ്പ പോലെയുള്ള ഫലവൃക്ഷങ്ങളുണ്ട്. റംബൂട്ടാനൊക്കെ ഉണ്ട്, നാരകങ്ങളുണ്ട്. ഇത് കൂടാതെ പയർ, വെണ്ട പോലെയുള്ള പച്ചക്കറികൾ ചെയ്യുന്നുണ്ട്. നമുക്ക് അവരുടെ ഈ കൃഷിക്കാഴ്ചകൾ ഒന്ന് കാണാം. ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടുന്ന വളർത്തി ആളുകൾക്ക് വിതരണം ചെയ്യുന്ന ഒരു വീട്ടമ്മയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ശ്രീമതി ബിൻസി. പാലായ്ക്കടുത്ത് വെള്ളിയപ്പള്ളിയിലാണ്. അവരുടെ വീടിന് ചുറ്റും, വീടിന് തന്നെയല്ല വീടിൻ്റെ അകത്തും കിട്ടാവുന്ന സ്ഥലങ്ങളിലെല്ലാം ചെടി കൊണ്ട് നിറച്ചു വച്ചിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് വളരെ ചിട്ടയോടുകൂടി ചെയ്തു വച്ചിരിക്കുന്ന ഈ ഒരു കൃഷി രീതി നമുക്ക് ശ്രീമതി ബിൻസിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ബിൻസി, എത്ര കാലമായിട്ട് ഇതിന് ഈ ഒരു കൃഷി ചെയ്യുന്നുണ്ട്? നമ്മൾ കൃഷിയായിട്ട് തുടങ്ങിയിട്ട് 1.5 വർഷമായി. ഇപ്പം 1.5 വർഷമായെങ്കിലും ആദ്യം ചെടികളൊക്കെ വളരെ കുറവായിരുന്നു. നമ്മൾ കൊണ്ടുവന്ന ചെടികൾ പലതും പോയി, നമുക്ക് അതിൻ്റെ പരിചരണം അറിയത്തില്ലാതെ പോയി. പിന്നെ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് ചെടികളുടെ പരിചരണമൊക്കെ കുറേശ്ശെ പഠിച്ചു തുടങ്ങി. പിന്നെ ഇപ്പം ചെടികളൊരു 100 ചെടികളോളം നമുക്കുണ്ട്. ഇപ്പോൾ ചെടികളുടെ പരിചരണമൊക്കെ നമുക്കറിയാം. അതിനെ ഒത്തിരി പ്രൊപ്പഗേറ്റ് ചെയ്ത് തൈകളൊക്കെ ഉണ്ടാക്കി ഏത് ചെടി ചോദിച്ചാലും നമുക്ക് കൊടുക്കാൻ പാകത്തിന് ചെടികളുണ്ട്. ഇത് ഇപ്പം ഞങ്ങൾ ഇത് നോക്കി കണ്ടിട്ട് ഒന്നും ഇവിടുത്തെ നാടൻ ചെടികളല്ല, ഇതെല്ലാം വിദേശികളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ എങ്ങനെയാണ്, എവിടെ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്? ഞങ്ങൾ ആദ്യമൊക്കെ കുറച്ച് ചെടികളൊക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ തൃശ്ശൂർ മണ്ണൂത്തി പോയി കുറേ ചെടികൾ കളക്ട് ചെയ്തു ആദ്യകാലങ്ങളിൽ. അതിനുശേഷം ഞങ്ങൾക്ക് പൂനെയിൽ നിന്ന് വരുന്ന ചെടികൾ നമ്മൾ എറണാകുളത്ത് പോയി കളക്ട് ചെയ്യുന്നു. അപ്പോൾ അവർ നമുക്ക് ഫോട്ടോസൊക്കെ പൂനെയിൽ നിന്ന് അയച്ചു തരും. നമ്മൾ വേണ്ട ചെടികൾ നമ്മൾ അവരോട് പറയും, അത് നമുക്ക് അവരത് അയച്ചു തരും. അങ്ങനെ ചെടികളിപ്പോൾ കുറേ വെറൈറ്റീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് കൊടുക്കാൻ പാകത്തിന് ചെടികൾ, ആവശ്യത്തിന് ചെടി എത്ര ചോദിച്ചാലും കൊടുക്കാൻ നമുക്കുണ്ട്, ചെടികളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഒരു വില അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റേറ്റ് എങ്ങനെയാണ്? ചെടിയുടെ സൈസ് അനുസരിച്ചാണോ അതോ ഇനം അനുസരിച്ചാണോ? അത് ചെടിയുടെ സൈസും ഇനവും എല്ലാം ഇതിനകത്ത് ബാധകമാണ്. ചെടിയുടെ ചെറിയ സൈസ് ആണെങ്കിൽ നമുക്ക് വില കുറവാണ്. പിന്നെ റെയറായിട്ടുള്ള ചെടി ചെറുതാണെങ്കിലും അതിന് വില കൂടുതലായിരിക്കും. നമുക്ക് പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതൊക്കെ വളർത്തുക അത്ര എളുപ്പമായ കാര്യമാണോ? പുതിയതായി തുടക്കക്കാർക്ക് ഇച്ചിരി എളുപ്പമുള്ള ചെടികളൊക്കെ വളർത്തുകയാണ്. നാടൻ ചെടികളൊക്കെ തുടങ്ങി പിന്നെ ബുദ്ധിമുട്ടുള്ള ചെടികൾ നമ്മൾ പറയും ഇത് കൊണ്ടുപോയാൽ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മുടെ അടുത്ത് നിന്ന് ചെടികൾ കൊണ്ടുപോകുന്നവർക്ക് നമ്മുടെ ഫോൺ നമ്പറും കൊടുത്ത് എന്തൊക്കെ അറിയണം അതെല്ലാം നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർക്ക് ചിലപ്പം ഈ ചെടി പരിചരണം അറിയത്തില്ല, അതുകൊണ്ട് അതിൻ്റെ അടി ഇച്ചിരി കരിയാൻ തുടങ്ങി അല്ലെങ്കിൽ അത് വാടാൻ തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കും. നമ്മൾ അതിൻ്റെ പരിചരണം അപ്പോൾ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ എങ്ങനെയാ ഇത് ഭർത്താവിൻ്റെ ബിസിനസ്സിൻ്റെ കൂടെ ഇതും കൂടി, അപ്പോൾ കടയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഇതിനും സമയം കിട്ടുന്നുണ്ടോ? ആദ്യമൊക്കെ കൊറോണയുടെ ആ സമയമായതുകൊണ്ട് ഹസ്ബൻഡും കൂടുമായിരുന്നു ചെടികളുടെ എല്ലാ പരിചരണത്തിനും. ഇപ്പോൾ ഹസ്ബൻഡ് കടയിൽ പോവും, ഷോപ്പിൽ പോകുമ്പോൾ ഞാനാണ് ചെടികളൊക്കെ നോക്കുന്നത്. എങ്കിലും ഇപ്പോൾ ചെടികൾക്കൊക്കെ ഒരു വളർച്ചയായി നമ്മുടെ ചെടികളെക്കുറിച്ചുള്ള എങ്ങനെ നോക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ നമുക്ക് അറിയാവുന്നത് കൊണ്ട് ചെടികളെല്ലാം നമ്മൾ വേണ്ട വിധം പരിചരണം കൊടുത്ത ശേഷം ഇപ്പോൾ ഷോപ്പിൽ തിരക്കുണ്ടെങ്കിൽ ഞാനും കൂടെ പോകും, അല്ലെങ്കിൽ ഞാനും കൂടി ഇരിക്കും. കുഴപ്പമൊന്നുമില്ല. നന്നായിട്ട് രണ്ടും ഒരുപോലെ മാനേജ് ചെയ്യാൻ നമുക്ക് പറ്റുന്നു. പാലായിൽ ടൗൺ തന്നെയാണോ കട? പാലായ ടൗൺ എന്ന് പറഞ്ഞാൽ ലാളമ്പള്ളി അറിയാവോ? ലാളമ്പള്ളിയുടെ ഫ്രണ്ടിൽ ലാളമ്പള്ളിയിലെ പ്രിയങ്ക ഷോപ്പിംഗ് സെന്റർ. കുട്ടികളുടെ
സ്കൂൾ ഐറ്റമാണ് മെയിനായിട്ട്. ഇത് ഫേൺസ്, ഇത് ഫേൺസിൻ്റെ മദർ പ്ലാന്റ് ആണിത്. ഇത് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് 2 തൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇതങ്ങനെ വളരാൻ വേണ്ടി ഞാനിങ്ങനെ കാത്തിരിക്കുന്ന ഒരു ചെടിയാണിത്. ഇത് വളരാൻ ഒത്തിരി ഒരു 6 മാസം കൊണ്ട് ഈ ചട്ടി നന്നായിട്ട് നിറയും. ഇതിപ്പോൾ വെച്ചിട്ട് ഒരു 3 വർഷം. ഈ ചെടിക്കൊരു 200 രൂപ വിലയുണ്ട്. ആന്തൂറിയം ബ്ലാക്ക്, ഇത് വളരെ റെയർ പ്ലാന്റ് ആണ്. ഇത് ഞാൻ ഒത്തിരി അന്വേഷിച്ച് എനിക്ക് കിട്ടിയൊരു ചെടിയാണിത്. അതിനെങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ടിരിക്കുവാണ്. കുറച്ച് തൈയൊക്കെ ആക്കാനും പ്രൊപ്പഗേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുന്നു ഈ ചെടി. ഇതും റെയറായിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ ഇലയിലൊക്കെ ലീഫൊക്കെ ശരിക്കും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒരു മോഡലാണ്. നമുക്ക് പിടിച്ചാലും പ്ലാസ്റ്റിക്കാൻ തന്നെ തോന്നും. ഇച്ചിരി വെയിലൊക്കെ കൊണ്ടാലേ ഇതിനൊരു വെറുകേറ്റമായിട്ട് വരുള്ളൂ. ഇങ്ങനെ വൈറ്റും കൂടെ കൂടി വെയിൽ കുറവുള്ള ഭാഗം കണ്ടോ ഇത് ഗ്രീനായിട്ട് അങ്ങ് മാറിപ്പോകും. പക്ഷേ ഇലയ്ക്ക് ആ ഒരു പ്ലാസ്റ്റിക് ലുക്ക് തന്നെ വരും ചെടിക്ക്. ഇതും പ്രൊപ്പഗേറ്റ് ചെയ്തത് ഒരു 3-4 ചെടി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇത് കഴിഞ്ഞ് പ്രൊപ്പഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഈ പ്ലാന്റിൻ്റെ പേരാണ് ഇംഗ്ലീഷ് ഐവി. ഇതും റെയറായിട്ടുള്ള ഒരു പ്ലാന്റ് തന്നെയാണ്. ഇത് പക്ഷേ ഒന്ന് പിടിപ്പിച്ചെടുക്കണമെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. വെള്ളമൊന്നും അധികം ആവശ്യമില്ല. ഇതിന് ശരിക്കും ഡ്രൈ ആണ് ആവശ്യം. ശരിക്കും ആഴ്ചയിൽ ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഇതിന് വെള്ളം ഒഴിച്ചാൽ മതിയാവും. ഇതും പ്രൊപ്പഗേറ്റ് ചെയ്ത് ഒരു 3-4 തൈയൊക്കെ ആക്കിയിട്ടുണ്ട് ഞാൻ. ഇതിൽ ഇച്ചിരി കെയർ കുറവ് വന്നതിൻ്റെ പേരിൽ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട് ഇതിന്. ഇതും പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് ചെറിയ പ്ലാന്റ് ആണെങ്കിൽ 100, 150, 200 അങ്ങനെ പോകും റേഞ്ച്. ഇത് പെഡിലാന്തസ്. ഈ ചെടി ഇങ്ങനെ വളർന്ന് ഇതിൻ്റെ ഒരു തളുപ്പ് വരുമ്പോഴത്തേനും ചെറിയൊരു പിങ്ക് ഷെയ്ഡോടുകൂടി വരും. നല്ല ബുഷിയായിട്ട് നല്ല ഭംഗി ഇത് കാണാൻ. ഇതിങ്ങനെ തട്ടായിട്ട് ഇങ്ങനെ കിടക്കും. നിലത്തൊക്കെ നടുവാണ് നല്ല തട്ടായിട്ട് ഒത്തിരി വളർന്നങ്ങ് വരും. തണ്ടാണിത്. പിന്നെ വേണേൽ നമുക്ക് ഇതിൻ്റെ വേരോട് കൂടി എടുത്ത് വെക്കാം. ഇത് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ വളരാൻ വളരെ താമസമാണ്. ഇത് ഫേൺസ്. ഇത് ഹാങ്ങിങ് ആണ് ഈ പ്ലാന്റ്. ഇത് പക്ഷേ വളരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നന്നായിട്ട് വളർന്നു വരുന്ന ചെടിയാണ്. ഇതുണ്ട് കോമൺ ആയിട്ട് കുറേയൊക്കെ ആയ ചെടിയാണിത്. ഇതിൻ്റെ വെറൈറ്റി ഇല്ല. പക്ഷേ ഇതൊരു ഗ്രീൻ, ഇതിൻ്റെ ഗ്രീൻ ലൈറ്റ് ഗ്രീൻ അല്ല. അതിൻ്റെതായ ഒരു ഷോ ഉണ്ട്. ഇതിൻ്റെ ഒരു തളുപ്പൊക്കെ വരുമ്പോൾ വേറൊരു കളർ ചെറിയ ഷെയ്ഡ് വ്യത്യാസം വരുന്നുണ്ട്. യെല്ലോയിഷ് കളറാണ്. ഇത് ഫിലോഡൻഡ്രോൺ യെല്ലോ ഷെയ്ഡ് വരുന്ന. ഇതിൻ്റെ പുതിയ ലീഫ് വരുമ്പോൾ യെല്ലോ ഷെയ്ഡ് വരും. ആ ഇലയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് അത് ഗ്രീനായിട്ട് മാറും. ഇതിൻ്റെ തന്നെ റെഡുണ്ട്, ബ്ലാക്ക് ഉണ്ട്, ഗ്രീനുണ്ട്. ഇത് നമുക്ക് ടേബിളിലൊക്കെ നല്ലൊരു ചെടിയാണ്. അകത്ത് എത്ര നാളിരുന്നാലും ഈ ചെടിക്ക് ഒരു ക്ഷീണം വരത്തില്ല. പിന്നെ വെള്ളവും വേണ്ട, വലിയ കെയറിങ് ഒന്നും വേണ്ട വളർന്നു കഴിഞ്ഞാൽ. പക്ഷേ വളരാൻ ഒത്തിരി താമസം എടുക്കും. ഒരു ചെറിയൊരു തൈ വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നമുക്ക് കാണാൻ മാത്രം മുഴുപ്പാണെങ്കിൽ 1 വർഷം 1.5 വർഷം ഒക്കെ സമയമെടുക്കും. ഓരോ വർഷം കഴിയും തോറും ഇത് വളർന്നു വരും. എപ്പോഴും പോട്ട് മാറ്റേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതതിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇതൊരു കളറും കൂടെ ഉണ്ട്. ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ വരുന്നുണ്ട്. ഇതിന് ഓരോ മുള്ള് വരുമ്പോൾ ഇതും ബോൾ പോലെ ഇരിക്കും. ഇതിൻ്റെ സൈഡിൽ കൂടെ എല്ലാം ഇങ്ങനെ ബോളായിട്ടങ്ങ് വരും. ഇതതിൻ്റെ വലുതാണ്. ഇപ്പോൾ കാണിച്ചതിൻ്റെ വലുതായത്. ഇതിനും ഇങ്ങനെ ഈ സൈഡിൽ കൂടി എല്ലാം നമുക്കിത് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ ഇച്ചിരി മൂത്ത തണ്ടെടുത്ത് ഇങ്ങനെ ഒടിച്ചിട്ട് കുത്തി വെച്ചാൽ അതങ്ങ് ആയി വന്നു പോകും. പതുക്കെ ആവുകയെന്നേ ഉള്ളൂ. ഇത് നല്ല ഹൈറ്റ് വെക്കുന്ന ചെടിയാണ്. ഇതൊക്കെ ഒടിഞ്ഞു പോകാതെ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ. ഇത് മണി പ്ലാന്റ് വിഭാഗത്തിൽപ്പെടുന്നൊരു ചെടിയാണ്. ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് വരും. ഇതും പ്രൊപ്പഗേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് വളർന്നു വരാൻ കുറച്ച് താമസം. വളരാൻ തുടങ്ങിയാൽ പെട്ടെന്ന് അങ്ങ് വളർന്നു വരും. ഇത് പെപ്പറോമിയ ഹാങ്ങിങ്. ഇതും റയർ ചെടിയാണ്. ഇതിനൊട്ടും വെള്ളം വേണ്ട. നമുക്ക് 2 ആഴ്ച കൂടുമ്പോൾ, മഴക്കാലത്താണെങ്കിൽ മാസത്തിലൊന്നൊക്കെ വെള്ളം ഒഴിച്ചാൽ മതി. വേനൽക്കാലത്ത് നമുക്ക് ആഴ്ചയിൽ 1 ദിവസം വെള്ളം കൊടുക്കുന്നതിന്. ഇത് നല്ല ബുഷിയായിട്ട് ഇങ്ങനെ തൂങ്ങി വരുമ്പോൾ ഭയങ്കര ഭംഗിയാണ്. ഇതിൻ്റെ ഇലയ്ക്കൊക്കെ ഭയങ്കര ഭംഗിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണിത്. ഇത് സി സി പ്ലാന്റ് ഗ്രീനാണിത്.
ഇതിൻ്റെ ബ്ലാക്ക് നമ്മൾ മുമ്പേ കണ്ടിരുന്നല്ലോ. ഇതിങ്ങനെ കുറച്ച് വർഷങ്ങളായ ചെടിയാണ്. പ്രൊപ്പഗേറ്റ് ചെയ്ത് ഇപ്പോഴും ഇത്രയും വലുതായിട്ട് തന്നെ നിൽക്കുന്നു. ഇല്ലല്ലോ ഇതിൻ്റെ അടിയിൽ നിന്ന് ഷൂട്ടുകളൊക്കെ വരുന്നതുണ്ടോ. ഇത് നല്ല ബൾക്കായിട്ട് വരുന്ന ചെടിയാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഈ ചെടി. ഇത് കണ്ട പ്ലാസ്റ്റിക് പോലെ ഇതൊക്കെ ഇപ്പോൾ റെയറായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ബ്ലാക്ക് ആയി വരുന്നതേ ഉള്ളൂ. അതിൻ്റെ കളക്ഷൻ നമുക്കുണ്ട് കേട്ടോ ഇവിടെ. സിങ്കോണിയം വൈറ്റ്, ഇത് നല്ല ബുഷിയായിട്ട് നല്ല വലുതായ ചെടിയാണിത്. നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാറായതാണ്, ഞാൻ ചെയ്തിട്ടില്ല. ഇത് കണ്ടോ പല തണ്ടുകളുണ്ട് ഇങ്ങനെ വളർന്ന് സൈഡിൽ കൂടെയല്ല. സിങ്കോണിയൊക്കെ നമ്മൾ തൃശ്ശൂർ മണ്ണൂത്തിൽ നിന്ന് വരുത്തുന്നു. പിന്നെ നമുക്ക് അഗ്ലോണിമ, കലാത്തിയ അങ്ങനത്തെ വെറൈറ്റീസ് എല്ലാം നമ്മൾ പൂനെയിൽ നിന്ന് വരുന്നു. പൂനെയിൽ നിന്ന് വന്ന് നമ്മൾ എറണാകുളത്ത് നിന്ന് കളക്ട് ചെയ്യുന്നു. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി. ഇതും നമുക്ക് വലിയ റേറ്റ് വരുന്ന ചെടിയല്ല. ഇത് അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി. ഇതിൻ്റെ തണ്ടൊക്കെ ഉണ്ട്. ഇത് ഭയങ്കര സ്റ്റിഫായിട്ട് നിൽക്കുന്ന ചെടിയാണ്. അങ്ങനെ ഇതിൻ്റെ ഇലയൊക്കെ ആണെങ്കിലും അങ്ങനെ താഴോട്ടൊന്നും പോകത്തില്ല. നല്ല സ്റ്റിഫായിട്ട് ഇങ്ങനെ നിൽക്കും. സിങ്കോണിയം പിങ്ക്, ഇതിൻ്റെ പല ഷെയ്ഡുണ്ട്. യെല്ലോ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഇത് റേറ്റ് കുറഞ്ഞ ചെടിയാണിത്. പ്രൊപ്പഗേറ്റ് ചെയ്യാനും എളുപ്പമുണ്ട്. അഗ്ലോണിമ പിങ്കിൽ ഡോട്ടി എന്ന് പറയുന്ന കളറാണിത്. ഇതിൻ്റെ പുതിയ ഇലകളൊക്കെ വരുമ്പോൾ കണ്ടത് ലൈറ്റ് ഷെയ്ഡായിട്ട് വന്നിട്ട് മൂത്ത് വരുമ്പോഴത്തേനും അത് ഡാർക്കായിട്ടങ്ങ് വരുന്നു. ഇതിൻ്റെ ലീഫിലുള്ള ഈ ഗ്രീൻ ഷെയ്ഡ് ശരിക്കും പ്രൊജക്റ്റ് ചെയ്ത് എനിക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി ചെടി. കാരണം ഇതൊരു പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് നിൽക്കുന്ന ഈ ഇല. ഇത് സീബ്ര കലാത്തിയയുടെ, ഇതും ഭയങ്കര ഭംഗിയായ ചെടി. ഇതും കലാത്തിയ. ഇതിൻ്റെ ലീഫെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും വെൽവെറ്റായി പിടിക്കുന്ന പോലെയാണ്. ഇലക്കേ പിടിച്ച് കഴിയുമ്പം ഭയങ്കര സോഫ്റ്റായത്. ഇതും വെറിഗേറ്റഡ് ആയിട്ടുള്ളൊരു ചെടിയാണ്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. പക്ഷേ ഭയങ്കര ഭംഗിയാണ് നല്ല ഹാങ്ങിങ് വന്നു കഴിയുമ്പോൾ. ഇത് നമുക്ക് പുതിയൊരു ചെടി വന്നിട്ടേ ഉള്ളൂ. പ്രൊപ്പഗേറ്റ് ചെയ്യാനൊന്നും ആയിട്ടില്ല. ഞാനിങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ. ഇത് മണിപ്ലാന്റ്, റെഡ് മണിപ്ലാന്റ് എന്ന് പറയും. ഇത് ഈ സൈഡെല്ലാം ഗ്രീൻ കളറാണെന്ന് പറഞ്ഞാലും കണ്ട അടിഭാഗം കണ്ട ഒരു റെഡ് ഷെയ്ഡാണ്. അതുകൊണ്ട് ഇതിന് റെഡ് മണിപ്ലാന്റ് എന്നാണ് ഇതിൻ്റെ പേര്. പോത്തോസ് എന്നും പറയും. ഇത് റെയർ പ്ലാന്റാണ്. ഇതും പ്രൊപ്പഗേറ്റ് ചെയ്ത് ഞാനൊരു 5-6 ചട്ടിയിലൊക്കെ ആക്കിയിട്ടുണ്ട്. വീണ്ടും ആവശ്യക്കാർക്ക് കൊടുക്കാനുള്ള ചെടിയുണ്ട് നമ്മുടെ കയ്യിൽ. ഇതൊക്കെ ഗ്രൗണ്ട് ഓർക്കിഡാണിത്. ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ പല വെറൈറ്റീസ് ഉണ്ട് നമുക്ക്. ഇതൊരു റെയറായിട്ടുള്ളൊരു വെറൈറ്റി ആയത്. ഇതിൻ്റെ 2 ഷെയ്ഡുണ്ട് നമുക്ക്. മറ്റേതൊക്കെ കോമൺ ആയിട്ട് എപ്പോഴും കാണുന്ന ചെടികളാണ്. ഇതും ഈ ചെടിയൊക്കെ കോമൺ ആയിട്ട് കാണുന്നത്. പക്ഷേ ഇത് റെയറാണ്. ഇതിൻ്റെ നമുക്കൊരു യെല്ലോ കളർ ഷെയ്ഡുണ്ട്, പിങ്കും വയലറ്റും കൂടെ വരുന്നൊരു ഷെയ്ഡുണ്ട്. പിന്നെ കോമൺ ആയിട്ടുള്ള ചെടികൾ. ചെടിയത്തിൻ്റെ ഒരു വേറെ വിഭാഗമാണിത്. പറമ്പിൽ ഇങ്ങനെ ഒരു ചെടി നിൽപ്പുണ്ട്. പക്ഷേ പറമ്പിൽ നിൽക്കുന്ന ചെടി അല്ലാട്ടോ ഇത് ഇത് ശരിക്കും പ്ലാന്റ് ചെടിയുടെ ഒരു വെറൈറ്റി ആയത്. പറമ്പിൽ നിൽക്കുന്ന കാട്ടുചെടി പോലെയാണല്ലോ. പക്ഷേ പലർക്കും അത് തെറ്റ് പറ്റാറുണ്ട് അങ്ങനെ. ഇത് ഫിത്തിയയിൽ ഗ്ലാസ് പോട്ടിൽ വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ മണി പ്ലാന്റോ അല്ല ഇത് സിങ്കോണിയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മണി പ്ലാന്റ് മാറ്റി വെക്കാം. വെള്ളത്തിൽ വേര് വളരുന്ന ഏത് ചെടി ഇതിനകത്ത് വെക്കാം. വെള്ളത്തിനകത്ത് ഞാൻ ഇതിനകത്തൊരു ഫിഷിനെ ഇട്ടിട്ടുണ്ട്, ഫൈറ്റർ. കണ്ടോ അതിങ്ങനെ ഓടി നടന്ന് കളിക്കുന്നത് കണ്ടോ. ഫൈറ്റർ ആയതുകൊണ്ട് ഒരു മീനിനെ ഇടാൻ പറ്റത്തുള്ളൂ. ഇതിങ്ങനെ ഇതിനകത്ത് വളരാൻ തുടങ്ങിയിട്ട് ഒരു 5-6 മാസമൊക്കെ ആയി. ഞാൻ ചിലപ്പോൾ മീനൊക്കെ മാറി ഇടാറുണ്ട്. ചെടിയും വളരും ഫിഷും വളരും. നമുക്ക് കാണാനും ഭയങ്കര രസമാണ്. ബിൻസിയുടെ ഈ കൃഷിക്കാഴ്ചകളെ പറ്റി കൂടുതൽ അറിയുന്നതിനും ചെടികൾ അതുപോലുള്ള പോട്ടുകളൊക്കെ വാങ്ങിക്കുന്നതിന് സൗകര്യമുണ്ട്. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ അവർക്ക് പാലാ ടൗണിൽ ഒരു ഷോപ്പുണ്ട്, പ്രിയങ്ക ഷോപ്പിംഗ് സെൻ്റർ എന്നാണ് എൻ്റെ പേര്. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെടികളെ പറ്റി കൂടുതൽ അറിയാം, അല്ലെങ്കിൽ ചെടികൾ വാങ്ങിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആ ഒരു സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. നമ്മുടെ ചാനൽ കൃത്യമായി നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക.
കൃത്യമായും നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കും. കൃഷി സംബന്ധമായ കാഴ്ചകളാണ് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുഡ്, വെറൈറ്റി ആയിട്ടുള്ള നാടൻ ഫുഡുകൾ നമ്മൾ ചെയ്യാറുണ്ട്. കൃഷി കാഴ്ചകൾ കാണുന്നതിന് വേണ്ടി നിങ്ങളെ ഓരോരുത്തരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് നമ്മൾ പറയുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ വരെ നമസ്കാരം.